ഹലോ ഗായ്സ്, അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ഇവിടെ വീഡിയോയിൽ സ്വാതി കൊണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് ചെറിയൊരു പരീക്ഷണം, ഞാൻ കുറച്ച് ദിവസം മുന്നേ അത് എനിക്കൊരു വർക്കൗട്ട് ആയ ഒരു ഇതായിരുന്നു കേട്ടോ. അപ്പോൾ അത് നിങ്ങളെ കൊണ്ടൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു. ഒട്ടും പ്രതീക്ഷിക്കാതെ ചെയ്തതായിട്ടോ. അപ്പോൾ നമ്മൾ ഉടുപ്പയിലൊക്കെ അല്ലെങ്കിൽ ഡ്രസ്സിലൊക്കെ കളറ് പറ്റുകയാണെങ്കിൽ അത് മഞ്ഞളിൻ്റെ കറയില്ലേ, അങ്ങനത്തെയൊക്കെ പോകാനായിട്ട് പെട്ടെന്നൊരു മാർഗ്ഗമുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, പക്ഷേ ഞാൻ ഇത്രയും റിസൾട്ട് കിട്ടുന്ന ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ. അപ്പോൾ ഇത് പൊന്നൂസിൻ്റെ പഴയ ഒരു ബനിയനാണ് കേട്ടോ. വെച്ചിട്ട് കുറേ ആയപ്പോൾ അതിനകത്ത് കുറച്ച് കരിമീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പകുതി സൈഡിലൊക്കെ അത് ഇച്ചിരി വൃത്തിയാക്കിയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് ആയുർവേദത്തിൽ നിന്ന് കിട്ടിയൊരു എണ്ണയായിരുന്നു കേട്ടോ, മഞ്ഞളിൻ്റെ എണ്ണയില്ലേ, ആ എണ്ണയായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ എണ്ണ മറിഞ്ഞിട്ട് പൊന്നൂസിൻ്റെ ഒരു നല്ലൊരു ബനിയനെ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെങ്ങനെ കളയുമെന്നൊക്കെ ഓർത്തിരുന്നപ്പോഴാണ് ഞാൻ ഈ കരിമ്പം പോകുന്ന ഒരു മരുന്നില്ലേ, അത് യൂസ് ചെയ്ത് നോക്കി കേട്ടോ. നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടോ. അപ്പോൾ ഞാൻ പൊന്നൂസിൻ്റെ ബനിയനിൽ അത് താഴ്ഭാഗത്തായിട്ട് കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ മഞ്ഞളിൻ്റെ കറയായതുകൊണ്ട് ഒരു ചുവപ്പ് കളറൊക്കെ വരും കേട്ടോ. പിന്നെ ബനിയൻ്റെ ഭംഗി നോക്കണ്ട, അത്ര ഭംഗിയൊന്നുമില്ല. കാരണം പഴയതെടുത്താലും നിങ്ങൾക്ക് ഇച്ചിരിയും കൂടെ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ എന്ന് ഓർത്തിട്ട് എടുത്താൽ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് കഴുകി എടുക്കുന്നുണ്ട്, സോപ്പിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി കേട്ടോ. അപ്പോൾ അത് ചുവപ്പ് കളറായിട്ട് മാറുന്ന കാണാം. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കേട്ടോ, നമ്മുടെ കരിമ്പനൊക്കെ ഉടുപ്പിലെ കരിമ്പനൊക്കെ കളയുന്നതും ഈ മരുന്ന് കൊണ്ട് തന്നെയാണ് കേട്ടോ. ഇത് ബ്ലീച്ചിങ് പൗഡർ ആ ഒരു എഫക്റ്റുള്ള സംഭവമാണ്, അത് തന്നെയാണ് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതാട്ടോ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബനിയൻ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ എന്താ പറയുന്നത്, ഇതാണ് കേട്ടോ ആ മരുന്ന്, ഈ കരിമ്പം പോകുന്നൊരു മരുന്നുണ്ട്. ഇത് എല്ലാ കടകളിലും കിട്ടുമായിരിക്കും കേട്ടോ, 20 രൂപയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ അടുത്തുള്ള കടയിൽ നിന്ന് മേടിച്ച കേട്ടോ. അപ്പം ഇതിന് ഇത്രയും പവർ ഉണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ആ ബനി നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് ഒരു ബക്കറ്റിൻ്റെ മുകളിലൊന്ന് ജസ്റ്റ് വിരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാണാനായിട്ടോ. അപ്പോൾ ഞാൻ ആ മഞ്ഞൾ പറ്റിയ ഭാഗത്തായിട്ട് ആ കരിമ്പം പോകുന്ന മരുന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഒഴിച്ച് കൊടുത്ത്, ഒരുപാട് ഒഴിച്ച് കൊടുക്കണ്ട, കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് തിരുമ്മി എടുക്കുക കേട്ടോ. അപ്പം തന്നെ മനസ്സിലാവും റിസൾട്ട് വരുന്നത് കേട്ടോ. ഇപ്പോൾ അതിൻ്റെ കറയൊക്കെ പകുതി മാറുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ ഇങ്ങനെ ഉണ്ടാകുമെന്ന്. കണ്ടില്ലേ, അങ്ങനത്തെ സംഭവമേ അവിടെ ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാം ആ ഭാഗത്തെ പോയിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഈ കരിമ്പനം പോകണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, കുറച്ച് വെള്ളത്തിൽ ഈ ലിക്വിഡ് ഒന്ന് ഒഴിച്ചിട്ട് ഒരു 4-5 മണിക്കൂർ വെച്ചാൽ മതി കേട്ടോ. കരിമ്പനൊക്കെ പോയി കിട്ടും. എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്താൽ മതി. കണ്ടില്ലേ, ഇപ്പോൾ ആ ഭാഗത്ത് എണ്ണ ഒഴിച്ചേക്കുന്ന ഭാഗത്തായിട്ട് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുണ്ടോ, റെഡ് കളറും ഇല്ല, മഞ്ഞളിൻ്റെ എണ്ണയുടെ ഒരു സംഭവം അവിടെ ഇല്ല കേട്ടോ. പിന്നെ ഈ പഴയ ബനിയനായതുകൊണ്ട് അത് കരിമനൊക്കെ ഉണ്ട് കേട്ടോ, അത്യാവശ്യം കരിമനൊക്കെ ഉണ്ടാകും. പൊന്നൂസ് ഇതിട്ടിട്ട് കുറേ നാളായി. അപ്പോൾ ഇതിങ്ങനെ എടുക്കാതെ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ലിക്വിഡ് അതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ബനിയന് അതിൽ ഒന്ന് മുക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മരുന്ന് ഒഴിച്ചിട്ടൊന്ന് ഇളക്കുക കേട്ടോ. കൈ വെച്ച് ഇളക്കലും കുഴപ്പമില്ല, ഒരു കമ്പ് വെച്ചിട്ട് ഇളക്കലും മതി. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് അങ്ങ് ഇളക്കി നന്നായിട്ടൊന്ന് സോപ്പിട്ട് കഴുകണം, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ആ ബനിയന് അതിലേക്കൊന്ന് മുക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എല്ലാ ഭാഗത്തോട്ടും എത്താവുന്ന രീതിയിലൊന്ന് വെള്ളം ഒഴിച്ച് ശരിയാക്കാം കേട്ടോ. എന്നിട്ട് ഇതിപ്പോൾ ഒന്ന് 4-5 മണിക്കൂർ വെക്കുക. അതിന് ശേഷം വാഷ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 4-5 മണിക്കൂർ ഞാൻ വെച്ചിട്ടില്ല, അതിനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഒരു 3 മണിക്കൂറൊക്കെ ഞാൻ വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ ഇത്. അപ്പോഴത്തേക്കും നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ആ ഭാഗത്തെ ഇതൊക്കെ ഒത്തിരി അങ്ങ് മാറി. അപ്പോൾ 4-5 മണിക്കൂറും കൂടെ വെക്കുമായിരുന്നെങ്കിൽ ഫുള്ളങ്ങ് പോയാനുണ്ട്. ഇപ്പോൾ അത്രയും വെക്കാത്തതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്, ഞാൻ എണ്ണ ഒഴിച്ച ഭാഗത്തൊന്നും അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടോ. ഇങ്ങനെയൊരു റിസൾട്ട് ഉണ്ടായവരുണ്ടാവും, ഉണ്ടാകാത്തവരുണ്ടാവും കേട്ടോ. അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക എല്ലാവരും. നല്ല റിസൾട്ടാണ്. ഇനി അടുത്ത വീഡിയോ വീണ്ടും കാണാം. ഓക്കെ, ടാറ്റാ.